ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥമായി തുറന്ന ഒരു ബന്ധമുണ്ടായിരിക്കണം. മക്കളെ, മാതാവ് പിതാവുമായിട്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? Parents, how are you connected to your children? നിങ്ങളുടെ മക്കളുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞാനിത് ചിന്തിച്ചപ്പോൾ 1-2 കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫാദർലെസ്. എങ്ങനെയാണ് ഫാദർലെസ് ആയത്? അവിടെ നടന്നത് യുദ്ധത്തിലാണ്. നമ്മുടെ ഇടയിൽ നടക്കുന്ന 1-2 മേഖല ഞാനൊന്ന് പറയാം. ഒന്ന്, പേരന്റിങ്ങിൽ ഫുൾ ഇൻചാർജ് അമ്മമാരെ അങ്ങ് ഏൽപ്പിക്കും. ആര്? അപ്പന്മാര്. കുഞ്ഞുനാള് മുതലേ അവന്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ അല്ലെങ്കിൽ പേരന്റിങ്ങിൽ ഇടപെടത്തേ ഇല്ല. മോം ടേക്സ് എൻറ്റയർ ചാർജ്. ചില വീടുകളിൽ പറയുന്നത് തന്നെ ഇങ്ങനെ, എടി അവനോട് മിണ്ടായിരിക്കാൻ പറ, എടി അവനോട് പറഞ്ഞില്ല ഞാനിവിടെ. അതെന്താ നേരിട്ടങ്ങ് പറഞ്ഞാൽ പോലും, എന്തിനാ ഭാര്യയോട് പറഞ്ഞ് പറയിപ്പിക്കുന്നത്? അങ്ങനെ പറയാൻ പോലും ഉള്ള ഇതില്ല. ഭാര്യമാര് വേണം അതെല്ലാം നോക്കിക്കോണം. Why can't you tell to your children? No relation at all. അവസാനം ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ക്ലൈമാക്സ് എവിടെയെന്നറിയോ? അവസാനം എന്തെങ്കിലും ഒരു കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ നാണംകെട്ട കേസിൽ പിടിക്കും. പിടിച്ചു കഴിയുമ്പോൾ എന്താ പറയും? ഇതെല്ലാം നിന്റെ കാരണം, നീ അവനെ ശരിക്കും നടത്ത. As if that father is not involved at all. That is not how parenting is done. അമ്മയും അപ്പനും ഒരേപോലെ ഈ കുഞ്ഞു മക്കളുടെ വളർച്ചയുടെ ഈ എല്ലാ ഘട്ടത്തിലും ഇൻവോൾവ് ചെയ്യണം. അല്ലെങ്കിൽ എന്തോ പറ്റുന്നറിയോ? ഒരു പ്രായം കഴിയുമ്പോൾ, മുമ്പേ പറഞ്ഞ പോലെ പട്ടം പൊട്ടിപ്പോകുന്ന പ്രായമാകുമ്പം എൻ്റെ കാര്യത്തിലൊന്നും അപ്പനൊന്നും പറയണ്ട. എനിക്കറിയാം എന്തോ വേണമെന്ന്. കാരണം ഇതുവരെ പറയാനില്ലായിരുന്നു. പട്ടം പൊട്ടി. കുഞ്ഞിലേ തൊട്ടേ ദൈവകൃപയിൽ മാതാപിതാക്കൾ കൈകോർത്ത് വേണം അവരെ വളർത്തിക്കൊണ്ടുവരാൻ. സെക്കൻഡ് ഏരിയ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലേ, വീട്ടിലൊക്കെ ചിലയിടത്ത് അപ്പന്മാരെ മക്കളെ കാണുന്നതിന് എന്തോ പോലീസ് ഉദ്യോഗം ഉള്ളതുപോലെ. എന്ന് പറഞ്ഞാൽ, പപ്പ ഇങ്ങ് വരട്ടെ, പപ്പയോട് ഞാൻ പറയാം. പപ്പയോട് പറയണോ? അപ്പന്മാരെ ഒരു ആള് വന്നാൽ ഇനി അടിച്ച് തകർത്ത് എറിഞ്ഞ് പൊട്ടിച്ച് അടിച്ച്. What is that? അതുകൊണ്ട് തന്നെ പേരൻസുമായിട്ടുള്ള ബന്ധം, അപ്പനുമായിട്ടുള്ള ബന്ധം, അമ്മയുമായിട്ടുള്ള ബന്ധം മക്കൾക്കില്ല. ട്രാൻസ്പെറൻസി ഈസ് ലോസ്റ്റ്. ഞാനിവിടെ ഇരിക്കുന്ന സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അവർ പറഞ്ഞു ഉത്തരം ഇപ്പം കാണാം. മോളെ, കഴിഞ്ഞ എക്സാമിന് തോറ്റ സബ്ജക്റ്റിന്റെ പേപ്പർ, തോറ്റില്ലെന്നായിരിക്കും നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞത്, തോറ്റവരുണ്ട്. തോറ്റ സബ്ജക്റ്റിന്റെ പേപ്പർ വീട്ടിൽ കാണിക്കാൻ പറ്റുമോ? കണ്ടാ പിന്നെ തീർന്നു. അതുകൊണ്ട് എന്തോ ചെയ്തു? ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്തു. നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, തോറ്റെന്ന് പറഞ്ഞിട്ടില്ല, ഒപ്പിടണമെന്ന് പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടേ ഇല്ല. അവനക്കാര് സ്കൂളിൽ കോളേജിൽ ഒരു അടിപിടി കേസ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്തെങ്കിലും ഒരു കേസ് വീട്ടിൽ ചെന്ന് പപ്പയോട് പറയാൻ പറ്റുമോ? പപ്പയോട് എന്ന് പറയാൻ പറ്റുമോ? പപ്പ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എസ്പെഷ്യലി പെൺകുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ ലവ് അഫെയർസ്, ആരോ വന്ന് എന്തോ ഒന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് എപ്പോഴും ആരോട് പറയും, എന്തോ ചെയ്യും. ആക്ച്വലി അപ്പനോട് പറയണല്ലേ, അമ്മയോട് പറയണമായിരുന്നു. അവരോട് പറയാൻ പറ്റുമോ? കുത്തി കൊല്ലും ഞാൻ, അടിച്ചു കീറും ഞാൻ. എന്തോ ഒന്നും ചെയ്യാനില്ല. ധൈര്യം ആൾക്ക് മോനോട് പറയാൻ ധൈര്യമില്ല. അപ്പോഴാ വല്ലവരോടും ചെന്ന് പറയുന്നത്. വാട്ട് ഹാസ് ഹാപ്പൻഡ്? നമ്മുടെ പിള്ളേർ തമ്മിൽ പറയുന്ന ഒരു ഭാഷയുണ്ട്, നിങ്ങൾ പറയാറില്ലെന്ന്. എന്താ അറിയോ? വീട്ടിലറിഞ്ഞാ കൊല്ലും. നമ്മുടെ മക്കളൊന്നും അങ്ങനെ പറയല്ലേ. നമ്മുടെ മക്കൾക്ക് നമ്മളോട് വന്ന് പറയാനുള്ള ഓപ്പൺ ഡോർ, ട്രാൻസ്പെറന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. തകർന്ന ബന്ധങ്ങളുണ്ടോ? അമ്മയും അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ ഇന്ന് ശരിയാക്കണം. മോനെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കണം. മോനെ, എന്ത് വേടാ, കോളേജിൽ എന്നാ ഉണ്ട്, വൈകിട്ട് വരുമ്പോൾ സ്കൂളിൽ എന്താ ഉണ്ട്, അന്വേഷിക്കണം. അവരിൽ നിന്ന് കേൾക്കണം, അവരുടെ പ്രശ്നം അറിയണം. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം പിതാക്കന്മാരോടാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ചിന്ത. പണ്ടത്തെ പ്രശ്നം ഫാദർലെസ് എന്ന് പറയുന്നത് അന്ന് ലിറ്ററലി നടന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ 1-2 മേഖല പറഞ്ഞു.
അതേപോലെ തന്നെ ചില നാളുകൾക്ക് മുമ്പ് 20 years ബാക്കിലത്തെ ഒരു പ്രോബ്ലം, അപ്പന്മാർ പല മക്കൾക്ക് ഇല്ലായിരുന്നു. കാരണം അപ്പന്മാർ എവിടെയായിരുന്നു? ഗൾഫിലായിരുന്നു. എവിടെയായിരുന്നു? അപ്പൊ അമ്മയും മക്കളുമായിട്ട് അപ്പൻ അയച്ചു തരുന്ന പൈസ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പക്ഷെ ഇപ്പോൾ ട്രെൻഡ് മാറി. ഇപ്പോൾ അപ്പൻ ഇവിടെ ഉണ്ട്, അമ്മ UK കാരണം ഇപ്പം മൈഗ്രേഷന്റെ ട്രെൻഡ് നമ്മൾ UK മാറ്റി പിടിച്ചു. അപ്പം പിള്ളേർ പറയും, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞെന്നോട് പറഞ്ഞു, എൻ്റെ മമ്മി വരും, എന്നെയും പപ്പയും കൊണ്ടുപോകും. In the crucial ages of their life, അവരെ ചേർത്ത് പിടിക്കേണ്ട, അവരോടൊപ്പം നിൽക്കേണ്ട നല്ല പ്രായത്തിൽ അവരെ മാറ്റി നിർത്തി, അവരെ ഒറ്റപ്പെടുത്തി, പല വഴിക്ക് അവരെ ഏകാന്തതയിലേക്ക് അടച്ചിട്ടപ്പോ നിങ്ങളിൽ നിന്ന് അവർ ബഹുദൂരം പോയി, നിങ്ങളിൽ നിന്ന് അവർ അകന്നുപോയി. ആരോടും തുറന്ന് സംസാരിക്കാൻ പറ്റാതെ അവർ വലിയ ദൂരം സഞ്ചരിച്ചത് നമ്മൾ അറിഞ്ഞില്ല. Let us build solid, transparent relationship with our children. ഇനിയും ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ചിന്തിക്കും, അല്ല ഞങ്ങളെ ഉദ്ദേശിച്ച് ഞങ്ങളുടെ കാര്യമായിരിക്കും, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടായിരിക്കും. ഐ എം സോറി, ദാറ്റ് ഈസ് എ ഫാക്ട്. അത് സത്യാവസ്ഥയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം. സംടൈംസ് സം ഫാമിലി, കുടുംബത്തിൻ്റെ സാഹചര്യം കൊണ്ട് അപ്പനും അമ്മയ്ക്കും നാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പൻ പുറത്താ, അല്ലെ അമ്മ പുറത്താ, വിദേശത്താ, ഒരു പേരന്റ് മാത്രമാണ് വളർത്തുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ അവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താ അറിയോ? The church must step up to fill that place. ആ വിടവിനെ നികത്താൻ ദൈവസഭ നിൽക്കണം. എങ്ങനെയാണെന്നറിയോ? ഒരു വീട്ടിൽ അമ്മ തന്നെ ആ വിശ്വാസത്തിൽ, പിള്ളേരും വരുന്നുണ്ട്, അപ്പന് താല്പര്യമില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ പ്രായമുള്ള പിതാക്കന്മാർ തയ്യാറാവണം. ഇവിടുത്തെ പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ പല മക്കളെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം. PYP, YPC എന്നൊക്കെ പറഞ്ഞ യുവജന സംഘടനകൾ, പ്രായമുള്ള അച്ചാച്ചന്മാർ കുഞ്ഞുങ്ങളോട് ബന്ധമുണ്ടാവണം. ചർച്ചിൽ അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഇനിയിപ്പോൾ പറ്റണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയാം. വന്ന കാര്യം, പണ്ടൊരിക്കൽ ഞാനൊന്ന് പറഞ്ഞു, ന്യൂസ് ചാനലിൽ കൊടുക്കുന്നതിനേക്കാളും വേഗത്തിൽ ആ വാർത്ത ഇവിടെ മൊത്തം സ്പ്രെഡായി എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പണ്ടൊരിക്കൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, പേരില്ലായിരുന്നു, പക്ഷെ ഞാൻ പല ആവർത്തി പലരത് പ്രസംഗിക്കുന്ന കേട്ടു. വി മസ്റ്റ് ചേഞ്ച്. നമുക്ക് മാറ്റം വരണം. ഞാൻ വാക്യങ്ങൾ ഇനി എടുക്കുന്നില്ല, പല വാക്യങ്ങളുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെയുള്ള കുഞ്ഞുമക്കളോട് ഞാൻ പറയാം, ഇവിടെയുള്ള മിനിസ്റ്റേഴ്സ് ആരാണേലും നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായി, വീട്ടിൽ പറയാൻ പറ്റത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, കം ടു ദ ചർച്ച്, കം ടു ദ ലീഡേഴ്സ് ഓഫ് ദിസ് ചർച്ച്, ടെൽ ദം യുവർ ഹാർട്ട്. എനി ടൈം അങ്ങനെ ബന്ധം ഉണ്ടാവണം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് പാസ്റ്റേഴ്സ്. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് പാസ്റ്റേഴ്സ്. Titus chapter 2 പണ്ടൊരിക്കൽ പാസ്റ്റർ എടുത്താണ്. പ്രായമുള്ള ആൻറ്റിമാര് കുഞ്ഞ് ഗേൾസിനെ എന്തോ ചെയ്യണം? മെന്റർ ചെയ്യണം. അവരെ സത്യ ഉപദേശത്തിൽ നടക്കാൻ അവരെ പഠിപ്പിക്കണം. പ്രായമുള്ള അങ്കിൾമാര് കുഞ്ഞുമക്കളെ ദൈവവചനത്തിൽ നടത്തണം. നമുക്കങ്ങനെ ഒരു ബന്ധമുണ്ടോ?